ഗായ്സ് അഖില് പോവാണ്. അഖിലേ എവിടെ പോവാ? കാനഡ വിടുകയാണ് ഗായ്സ്. കാനഡ വിട്ട് ഞങ്ങൾ പോവാണ്. മതിയായി കാനഡ. ഇങ്ങനൊന്നും പറയല്ലേ. കുറച്ച് നാളെ ആഗ്രഹിക്കണത് കാനഡ വിടുകയാണ്. Hey guys, Yes, we are back again. Back again with another OSP vlog. അല്ലേ? അതെ. ഭയങ്കര ഇൻട്രോയിൽ പോയിട്ട് നമ്മുടെ. അതെ. ഇത് നമ്മൾ മറ്റേ ഫ്ലൈറ്റ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതെ. അത് ജോനെയാണ് ഓടിക്കണത് ഫ്ലൈറ്റ്. ചില സമയത്ത് അതെ. ആ രീതിയിലാ പോണത് വണ്ടി. 50-ലാണെങ്കിൽ 40-ലേ നമ്മൾ പോകത്തുള്ളൂ. അതത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെയാ, റൂളിൽ കുറവുള്ള പരിപാടിയില്ല. അപ്പൊ ഞാൻ കാനഡ വിടുവാണ്. അപ്പൊ എല്ലാരും വിട്ടു പോവാണോന്ന്. അല്ല, ഞാൻ വിടുന്നില്ല. നിങ്ങളൊന്നും ഞാൻ പോയില്ല ഇവിടുന്ന്. ഒരിക്കലും ഞാൻ ജസ്റ്റ് ഒന്ന് ഭാര്യ വീട് വരെ പോവാണ്. സൂചിക്കാൻ പോവാ. അതെ, ഒന്ന് സൂചിച്ചിട്ട് വരാന്ന് വിചാരിച്ചു. എവിടേക്കാ? ടെക്സസിലേക്ക്. അമേരിക്ക. എപ്പോഴുള്ള എല്ലാവരും ആഗ്രഹമാണ് അമേരിക്ക പോകുന്നത്. അപ്പൊ ഇടക്കൊന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചു. എക്സൈറ്റഡ് ആണോ അമേരിക്ക പോവാൻ? പക്ഷെ ഭയങ്കര ചൂടാന്ന് പറയണ അവിടെ. ആണോ? അവിടെ 40-42 ഡിഗ്രിയാണ്. 42 ഡിഗ്രിയാണ്. നാട്ടിലെക്കാളും ചൂടാ. അത് ഞാൻ എപ്പോഴും ഉണ്ടല്ലോ ആ എയർപോർട്ടിൽ നിന്ന് ആ പുറത്തേക്കാണ് ഇറങ്ങി വിടുന്നത്. നമ്മൾ ഒരു ബോയിലറിലേക്ക് കയറി ചെല്ലുന്ന പോലെ. എന്ന് വെച്ചാൽ പെട്ടെന്ന് എയർപോർട്ടിൽ ഇച്ചിരി എസിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ പുറത്തേക്ക് ആ ചൂട് കാറ്റാണ് മേത്തൊക്കെ അടിക്കുമ്പോഴേ ഒരു രക്ഷയില്ലാത്ത ചൂടാ അവിടെ. അവിടെ മറ്റേ തോക്കും പിടിച്ചൊക്കെ ആൾക്കാരൊക്കെ കാണും. അവിടെ ലീഗലാണ് ഈ സാധനമൊക്കെ. മാരടക്കോളൂ. ഞാൻ വണ്ടി പോലും ഓടിക്കലാണ് പോയിട്ട്. ഞാൻ അപ്പുറത്തെ സൈഡിലിടയിൽ ഇരുന്നോളാം. പേടിയാണ്. അത് പൊട്ടന്മാരാണ്. അങ്ങനെ ചെയ്യാനുള്ളൂ. ഒന്നും ചെയ്ത് ഇല്ല ഒന്നും ചെയ്യണ. ഞാൻ ഇങ്ങനെ ഇരിക്കും. ഫുഡ് മമ്മി ഫുഡ് ബ്ലാക്ക് ടീ ഡാഡി ഉണ്ടെങ്കിൽ തന്നെ രാവിലെ ഒരു ചൂടൻ കാപ്പി ഇട്ട് തരും. പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കും ഞങ്ങള്. പിന്നെ വൈകിട്ട് ഫുഡ് കഴിക്കും. പിന്നെ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പോയി ചില്ല് തന്നെ കാണിച്ചു. അപ്പൊ ഞങ്ങൾ ഈ പോണ വഴി ഞങ്ങളെന്ന് വിചാരിച്ചു നിങ്ങൾ വന്ന് ഞങ്ങളുടെ സ്വന്തം ഹാലിഫാക്സ് എയർപോർട്ട് ഒന്ന് കാണിച്ചു. പല വട്ടം നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ ഹാലിഫാക്സ് എയർപോർട്ടിനെ കുറിച്ച്. ചെറുതാണ്, കൊച്ചാണെന്നൊക്കെ. കൊച്ചല്ല, നമുക്ക് കാണിച്ചു കൊടുക്കാം. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. കുറച്ചൊക്കെ വലുതാണ് അല്ലേ? അപ്പൊ നമുക്കൊന്ന് പോയി അത് കണ്ടിട്ട് വരാം. അതെ, കണ്ടിട്ട് വരാം. തിന്നാ ഉറങ്ങാൻ നടങ്ങാ കറങ്ങാൻ. വ്ലോഗ് ആരെടുക്കുന്നു? ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാള് വന്നിട്ട് പോയി. ചില ആൾക്കാർക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ കരച്ചിലായിരുന്നു. ലോല മനസ്സല്ലടി. ലോലന്റെ മനസ്സാണ്. ഞാൻ ഭയങ്കര വിഷമമായി പോയി ഞങ്ങക്ക്. പുള്ളി പോയി കഴിഞ്ഞ ഇവര് മെസ്സേജ് ഇവിടെ ഇല്ലായിരുന്നപ്പോ എന്തായിരുന്നു സ്നേഹം. വീട്ടിലെ പോലും കയറാണ്ട് സത്യം. എത്ര ദിവസം? 3-4 ദിവസം ഉറങ്ങാണ്ട് വീട്ടിൽ പോലും കയറാണ്ട് നടന്നേ. പ്രശ്നമായി. എന്നിട്ട് എനിക്ക് അതിന്റെ ഒരു ഇതെങ്കിലും ഉണ്ടോ? കണ്ടുപിടിക്കാൻ എയർപോർട്ടിലേക്കുള്ള യാത്ര കണ്ടത്. ഇവിടെ ഇടയ്ക്ക് മറ്റേ ശനി വീക്കെൻഡിലുണ്ടല്ലോ മറ്റേ അപ്പച്ചന്മാരും അമ്മച്ചമാരൊക്കെ വലിയ ബോട്ടലിൽ വന്ന് ഇവിടെ കിടക്കും. എവിടെ? ഇതിനകത്ത് ചുമ്മാ വെയിലൊക്കെ കഴിഞ്ഞ് കിടക്കാൻ. ഇവർക്കതാണ്, ഇവർക്ക് വെയിലൊരു പ്രത്യേക ആനന്ദമാണ്. എനിക്ക് അപ്പൊ പോയി നീന്തണം എനിക്ക്. അതെ ഇല്ല, ഇവര് മേത്ത് മറ്റേ എണ്ണയൊക്കെ തേച്ചിട്ട് പോയി കിടക്കും ഉണക്കാനിട്ട പോലെ. എണ്ണയൊക്കെ തേച്ചിട്ടാണോ പോകുന്നത് ഈ വെള്ളത്തിലോ? ഇവര് ആ ടാനിങ്ങിന് ഉണക്കാട്ടേക്കണ പോലെ. നമ്മളാണ് ഈ നാച്ചുറൽ കളർ ഉണ്ടല്ലോ ഇതൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ എങ്ങനെ മാറാൻ. അവരവിടെ പോയി കിടക്കാണ്, ബീച്ചൊക്കെ പോയിക്കാണല്ലോ ഇവര്. ഒരു രാവിലെ മറ്റേ ഉണക്കാനിട്ടിരിക്കുന്ന ഒരു തുണി കാണൂല്ലോ. അതെന്റെ കണ്ണി കാണുന്ന ഞാനിപ്പോ എന്താ പറയാ, കണ്ണടിച്ചടക്കാൻ പറ്റും. ഇതാണ് ട്രക്കിന്റെ സ്ഥലം. ഇവിടെ ഇപ്പൊ എന്തിനാ വെച്ചാൽ നമ്മുടെ ആളുകൾ ഇപ്പൊ വല്ല സ്മഗ്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും നടത്തണ്ടെങ്കിലേ ഇതിലെ വന്ന് അവര് റാൻഡമായിട്ട് ഇങ്ങനെ സ്കെയിലിൽ വന്ന് തൂക്കിയിട്ട് പോകും. കാരണം അവിടെ നിന്ന് ഓൾറെഡി സ്കെയിലിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഇത്രയും വെയിറ്റ് ഉണ്ടെന്ന്. ഫൈനലി അവർ ചെക്ക് ചെയ്ത് നോക്കും അത് കറക്റ്റ് ആ സെയിം വെയിറ്റ് തന്നെയാണോ. എക്സിറ്റ് നമ്പർ 6 ആണ് നമ്മുടെ ഹാലിഫാക്സ്.
ഇതെന്താണ് റോബർട്ട് എല് സ്റ്റാൻഫീൽഡാ. അതാണ്ട് അവിടെ ഒരു ഫൈറ്റർ ജെറ്റ് കിടപ്പുണ്ട്. ഇവിടെ നമ്മുടെ മറ്റേ ഗ്രോസറിക്കാരും എല്ലാം വന്നിട്ട് ഫുഡെല്ലാം ഇവിടെ വരുന്നത്. അപ്പൊ വെളുപ്പിനെ ഇവര് വന്ന് മീനും പച്ചക്കറിയും സാധനങ്ങളെല്ലാം ഇവിടുന്ന് ഫെഡക്സിന്റെ കൊറിയറിന്റെ ഒക്കെ ഇവിടെ വന്നത്. വല്ല സാധനം ഇന്റർനാഷണൽ ഷിപ്പിംഗ് ഒക്കെ ഫ്ലൈറ്റ് വഴി വേണ്ട സാധനം ഇവിടെ ഇറങ്ങും. ഇവിടെ നിന്നാണ് പ്രൈവറ്റ്. ഞങ്ങളിവിടെ പ്രൈവറ്റ് ജെറ്റൊക്കെ ഉണ്ട്. സ്റ്റാൻഫീൽഡ്, ഹാലിഫാക്സ് സ്റ്റാൻഫീൽഡ്. എയർപോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഹാലിഫാക്സ് എയർപോർട്ട്. കണ്ടോ, ഇത്രയും വലുതാണ്. അതെ, ചെറുതൊന്നുമല്ല. അങ്ങറ്റം വരെ കിടക്കുന്നുണ്ട്. ഈ അറ്റം നിങ്ങൾ തുടങ്ങി ഈ ഇടയ്ക്ക് വളർന്ന കേട്ടോ. അതെ അതെ, പണ്ട് കുഞ്ഞായിരുന്നു. അതെ അതെ, ഇവരിങ്ങനെ വലുതാക്കിയിട്ടുണ്ട്. ശരിയാ, പഠിച്ചിട്ട് കുഞ്ഞ. ഇച്ചിരൂടെ വണ്ടിക്ക് ആ ഡോട്ടിന്റെ ബാക്കിലാണ് പറ്റുമോ? ഇപ്പുറത്തെ ലൈനിക്കത് പോണ് ഗൈസ്. അഡിയോസ് അമിഗോ. അഡിയോസ്. പോയിട്ട് വരാം. ഓക്കെ കുഞ്ഞു, ലെറ്റ്സ് ഗോ. ബൈ. പോയിട്ട് വരാം. ബൈ. ഇതാണ് ഗൈസ് നമ്മുടെ ഹാലിഫാക്സ് എയർപോർട്ട്. ഉണ്ടോ? ആണോ? കുറേ സ്ഥലമുണ്ട് ഇവിടെ. കണ്ടോ? നമ്മളിനി ഫസ്റ്റ് ഇവിടെ ചെയ്യാൻ പോണത് നമ്മുടെ ബാഗേജ് ഡ്രോപ്പ് ഓഫാണ്. നമ്മളിവിടെ വന്ന് സെൽഫ് ചെക്കിൻ അടിച്ചിട്ട് ഇവിടുന്ന് ഇതെടുക്കും. എന്നിട്ട് അവിടെ നിന്ന് നേരെ പോവാണ്. എന്നിട്ട് ഇത് സെൽഫ് ചെക്കിൻ ചെക്കൗട്ടാണ്. ആണ് 21 കിലോ ഉണ്ട് കേട്ടോ കുഞ്ഞു. കറക്റ്റ് 21 കിലോ. ഇവിടെ ഒന്നും വേണം. ഇവിടെ ലോബ്സ്റ്റർ, ഞാൻ ലോബ്സ്റ്റർ കണ്ടിരിക്കട്ടെ. വരാം. ഇവിടെ ഫ്രഷ് ലോബ്സ്റ്റർ കിട്ടും നമ്മളിവിടുത്തെ. അതപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിച്ചിട്ട് വേണമെങ്കിൽ പോകാം നിങ്ങൾക്ക്. അത് കഴിഞ്ഞു. US സെക്ഷന് വേറെയാണ്. നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഡാലസ് പോകണമെങ്കിൽ നമ്മൾ കാനഡ വഴി തന്നെ പോകണത്. ഫസ്റ്റ് നമ്മൾ ടൊറൻറ്റോ പോകും. ടൊറൻറ്റോന്ന് ഡാലസിലേക്കുള്ള കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഫസ്റ്റ് ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ചെക്കിനാണ്. ഇവിടുന്ന് സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വിടാം. സെക്യൂരിറ്റി കഴിഞ്ഞു ഗൈസ്. ബട്ട് എന്നെ പിടിച്ചു സെക്യൂരിറ്റി എന്നെ പിടിച്ച്. കുഞ്ഞിനെ പിടിച്ചില്ല. എന്നെ എന്തിനാണ് പിടിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ അവർ സ്കാൻ ചെയ്തിട്ട് എന്നെ നൈസായിട്ടാണ് വിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. നമ്മളത് സെക്യൂരിറ്റി ക്ലിയറൻസ് കഴിഞ്ഞു. നമ്മളിനി ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെയർ കയറി പോവാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗേറ്റ്സിലേക്ക് എത്തും. നമ്മൾ ഗേറ്റ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാ കനേഡിയൻസിനും വേണ്ടൊരു സാധനമാണ് ടിം ഹോർട്ടൻസ്. ഇവിടെ നിന്ന് എല്ലാവരും ഒരു ഫ്രഞ്ച് വാനിലേ അല്ലെങ്കിൽ കോഫിയാണ് അതിൽ മഫിനൊക്കെ വെച്ചിട്ടായിരിക്കും ഇവിടെ നേരെ പോകുന്നത്. ഇവിടെ നിന്നെല്ലാം ഗേറ്റ്സ് എല്ലാം ഇവിടെ ഉണ്ട്. നമ്മളിത് ഇവിടെ ടിം ഹോർട്ടൻസിൽ വന്നതിനാണ്. ഇവിടെ ആകുമ്പോൾ നല്ല ഫ്രഷ് മഫിനും കോഫിയും സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു കോഫി മേടിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് എന്തായാലും ഒരു 1.5 മണിക്കൂർ ടൈം ഉണ്ട് ഇനി ഇവിടുന്ന് പോകാനായിട്ട്. സെക്യൂരിറ്റി വലുതാവുമെന്ന് വിചാരിച്ചു, പക്ഷേ തിരക്കില്ല. അതാവും. നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടുന്ന് വല്ല നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ നോവസ്കോഷ്യ വൈൻ എന്തെങ്കിലും മേടിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വേണമെങ്കിൽ മേടിച്ചിട്ട് പോകാം. എങ്ങനെയാണ് SLCയിൽ നിന്ന് മേടിച്ചത് മതിയായില്ലെങ്കിൽ. ഇത് നമ്മൾ നേരെ നമ്മുടെ ഗേറ്റിലേക്ക് പോവാണ്. ഗേറ്റിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ കുറച്ച് എഴുന്നേറ്റ് കിടക്കും. പിന്നെ കുറച്ച് നേരം എടുത്തിട്ട് എഴുന്നേറ്റ് എടുക്കും. അപ്പോഴേക്കും ഒരു 1.5 മണിക്കൂറാണെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ എന്തായാലും ഫ്ലൈറ്റ് ഒരു 15 മിനിറ്റത്തേക്ക് ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 1.5 മണിക്കൂർ ഞാൻ അവിടെ നിന്ന് കുറച്ച് വർക്ക് ചെയ്ത് സമയം കളയാമെന്ന് വെച്ചേക്കുന്നത്. ആണോ? ആ എയർപോർട്ട് ഉണ്ടോ? നല്ല തിരക്കാണ് എയർപോർട്ട്. അങ്ങനെ ചെറിയ എയർപോർട്ടാണെന്ന് ഞങ്ങൾ പറഞ്ഞാലും അത്ര ചെറുതല്ല, കുറച്ച് വലുതാണ്. വി ആർ ഗോയിങ് ടു ഹാലിഫാക്സ് മാർക്കറ്റ്. ഇവിടെ എന്താണുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും കുറച്ച് നേരം കൂടി കളയാനുണ്ട്.
എന്തെങ്കിലും മേടിച്ചിട്ട് കൊണ്ട് കൊടുക്കാം. നോസ്കോഷ്യയുടെ കപ്പ്, നോസ്കോഷ്യയുടെ കോഫി മഗ്, ഹാറ്റ്, ടീഷർട്ട്, മാഗ്നറ്റ്സ്. These are so cool. The coasters. Oh yeah, there's some good coasters. നല്ല ടോട്ട് ബാഗ് ഉണ്ട്. വേറെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലോക്കലി മെയ്ഡ് ഓയിൽ ക്ലെൻസർ, ബോഡി ലോഷൻ, ഫേസ് വാഷ്, എന്തൊക്കെ സംഭവങ്ങളുണ്ട്. ഇവിടെ തൊട്ടടുത്താണ് നമ്മുടെ ഫ്ലൈറ്റ് വന്നിരിക്കുന്നത്. നമ്മൾ പോകുന്നത് എയർ കാനഡയിലാണ്. ഇവിടെ ഓൾറെഡി ഇപ്പോൾ പോർട്ടർ ഒരെണ്ണം വന്നിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ ഒരു എയർ കാനഡ വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് ഇതേ ഇവിടെ വരും. കൂടുതൽ തിരക്കുണ്ടല്ലോ ഇവിടെ. എല്ലാവരും വീക്കെൻഡ് ആവാറാകുമ്പോഴേക്കും പോകാമെന്നാണ്, അല്ലെങ്കിൽ സമ്മർ വെക്കേഷൻ പോകുമായിരിക്കും. കുറേ പേരൊക്കെ നാട്ടിലേക്ക് പോകുന്നു, കുറേ പേരൊക്കെ ജസ്റ്റ് ടൊറൻ്റോ വരെ പോയി ഒന്ന് വീക്കെൻഡ് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരാൻ പോകുന്നു. ഇവിടുന്ന് മോസ്റ്റ്ലി ഇപ്പോൾ ഇവിടുന്ന് യൂറോപ്പിലേക്കൊക്കെ ഫ്ലൈറ്റ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ യൂറോപ്പിലേക്കൊക്കെ ഫ്ലൈറ്റ് ഉണ്ട്. എങ്ങോട്ടേക്കൊക്കെ ഉള്ളത്? നെതർലൻഡിലേക്കുണ്ട് ഡയറക്റ്റ്, പോർച്ചുഗലിലേക്കുണ്ട്, ഐസ്ലൻഡ്, ലണ്ടൻ. ലണ്ടൻ എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് ദി ഇയർ ഉണ്ട്. ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു 2 or 3 times ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. അവിടെ ഇമ്പ്രൂവ് ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഹാലിഫാക്സിലേക്ക് വന്നപ്പോൾ ആകെ ടൊറൻറ്റോയിലേക്ക് മാത്രം ഫ്ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ US കുറച്ച് സ്ഥലത്തേക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫിലാഡൽഫിയയിലേക്ക് ഉണ്ട്. പിന്നെ എങ്ങടെയൊക്കെ ഷിക്കാഗോ, ന്യൂയോർക്ക്, ലഗാർഡിയ, ബോസ്റ്റൺ, അങ്ങനെ കുറച്ച് സ്ഥലത്തേക്കൊക്കെ ഉണ്ട്. ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. നമ്മുടെ ഇവിടത്തേക്ക് കുറേ ആളുകൾ വന്നു തുടങ്ങുമ്പോൾ പിന്നെ അതേപോലെ അവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഇനിയും ഒരുപാട് ഫ്ലൈറ്റിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടുത്തെ ഒരു പുള്ളി ലോബ്സ്റ്ററൊക്കെ മേടിച്ചിട്ട് പോകുന്നുണ്ട്. അയാളുടെ ബാഗിൽ ഒരു കയ്യിലൊരു ബാഗിൽ നിന്നുണ്ടോ ലോബ്സ്റ്ററും കൊണ്ട് പോണതാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് രണ്ടെണ്ണം അടിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബാറുണ്ട്. ഇവിടെ നിന്നൊന്നും ഒരു സ്നാക്സ്, ഒരു വെള്ളം പോലും മേടിക്കരുത്. അത്രയും വിലയാണ് ഇവിടുത്തെ വെള്ളത്തിന്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വന്നിരിക്കുകയാണ്. അപ്പം ഇനി ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അവരൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സാനിറ്റൈസ് ചെയ്തിട്ട് നമ്മളെ കയറ്റാൻ തുടങ്ങും. ഇതൊരു 15 minutes നമ്മളിവിടുന്ന് വിടുവാണ്. അപ്പോൾ ഗൈസ്, ഫ്ലൈറ്റ് എടുക്കാൻ പോവാണ് നമ്മളപ്പോൾ. ഇനി അടുത്ത വ്ളോഗിൽ ആകാശിനൊപ്പം വീണ്ടും കാണാം. ഹാലിഫാക്സ് എയർപോർട്ടൊക്കെ പരിചയപ്പെട്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇനി ചിലപ്പോൾ ഡാലസിൽ ചെന്നിട്ട് അവിടുത്തെ എയർപോർട്ടും കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ സൈനിങ് ഓഫ് ഫ്രം OSP പോഡ്കാസ്റ്റ്.